ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അർച്ചനയുടെ കുഞ്ഞു കാരണമല്ല ഇങ്ങനെയൊന്നും സംഭവിച്ചത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ തെളിവുകളോ അതൊന്നും അച്ഛൻ അംഗീകരിക്കുന്നില്ലേ? എനിക്ക് നിന്റെ തെളിവുകളൊന്നും കേൾക്കണ്ട. ഇനി ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല. ജോൽസൻ ഇതൊക്കെ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. എന്തു പറഞ്ഞു? ആ, നീ ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തിക്കാണും, മല കയറി ബുദ്ധിമുട്ടിയും കാണും. പക്ഷേ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ കുഞ്ഞ് നമ്മുടെ കുടുംബത്തിന് സർവനാശം വരുത്തും. അവന്തികേ, മോൾ എന്തൊക്കെയായി പറയുന്നത്? എത്ര ക്ഷേത്രങ്ങളിൽ നേർച്ചയും വഴിപാടും നടത്തി കിട്ടിയ കുഞ്ഞാണെന്നറിയോ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത്? സ്നേഹയുടെ കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ ഇനി അടുത്ത ഒന്നിന്റെ കൂടി ദുരന്തം താങ്ങാൻ ആർക്കും വയ്യ. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരവും വേണ്ട. അർച്ചനയുടെ കുഞ്ഞു കാരണമല്ല ഇങ്ങനെയൊന്നും സംഭവിച്ചത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ തെളിവുകളോ അതൊന്നും അച്ഛൻ അംഗീകരിക്കുന്നില്ലേ? എനിക്ക് നിന്റെ തെളിവുകളൊന്നും കേൾക്കണ്ട. നെല്ലിശ്ശേരിയിൽ ജനിക്കാനിരുന്ന ഒരു കുഞ്ഞു പോയി. ഇനി ഒരെണ്ണം ബാക്കിയുണ്ട്. അതിന്റെ മുഖമെങ്കിലും എനിക്ക് കാണണം. അതിന് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ മത്സരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞത് സത്യമാണോന്ന് അച്ഛന്റെ ജോൽസിനെ ഒന്ന് വിളിച്ച് ചോദിച്ചാ മതി. അർച്ചന ഇതൊന്നും കാര്യമാക്കണ്ട. ധനുഷ് പറഞ്ഞാ ശരി. ആശുപത്രിയിലായിപ്പോയി, അതുകൊണ്ട് മറുപടി പറയുന്നില്ലെന്നേ ഉള്ളൂ. അർച്ചനെ, ഈ അവസ്ഥയിൽ മോൾ അധിക നേരം ഇവിടെ നിൽക്കണ്ട. സ്നേഹയുടെ വിഷമം കാണുമ്പോ അത് നിനക്കും വിഷമാവും. നിങ്ങൾ വീട്ടിലേക്ക് വയ്ക്കോ. അച്ഛാ, ഞാൻ വേണമെങ്കിൽ കുറച്ചു നേരം സ്നേഹിക്കൊപ്പം നിൽക്കാം. വേണ്ട സച്ചി, നീ ഇവിടെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വയ്ക്കോ. ഞാനും ധനുഷ് ഇവിടെ ഉണ്ടല്ലോ. സ്നേഹയും കൊണ്ട് ഞങ്ങൾ വന്നോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയായിട്ട് ധനുഷേ, ഇനിയൊന്നും ശരിയാവില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. അർച്ചന, ഇറങ്ങാം. സച്ചേട്ടാ. ശരി മോളെ. ആതിരെ, താനെന്തിനെ ടെൻഷൻ ആവുന്നേ? അവന്തികേട്ടത്തി പറഞ്ഞതൊക്കെ സന്ദീപ് അറിഞ്ഞില്ലേ? അവരെല്ലാം അച്ചുചേച്ചിയുടെ കുഞ്ഞിന്റെ ജാതക ദോഷത്തിലാ കൊണ്ടുവയ്ക്കാൻ നോക്കുന്നേ. എടോ, കിട്ടിയ അവസരത്തിന് അർച്ചനടുത്ത് എങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുള്ള പ്ലാനാണ് അവർ നടപ്പിലാക്കുന്നത്. ഒരർത്ഥത്തിൽ നോക്കുമ്പോ അവര് പറഞ്ഞതെല്ലാം ശരിയാ. ഏതർത്ഥത്തില്? നീ എങ്ങനെ വലിയ അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ നടക്കണ്ട. അവര് പറയുന്നത് കേട്ട് ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. കുറ്റപ്പെടുത്തിയതല്ല, പക്ഷേ എവിടെയൊക്കെയോ ചില സത്യങ്ങൾ അതിലുണ്ടെന്നൊരു തോന്നല്. ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞ അത് സത്യമായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. അതേ പദ്ധതിയാ അവന്തികേടത്തി ഇപ്പൊ കാണിക്കുന്നത്. ഈ ഭൂമിയിൽ ഇനി ജനിച്ചിട്ടില്ലാത്തൊരു കുഞ്ഞ്, അതിന്റെ ജാതകദോഷം കൊണ്ടാണ് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിലേ ഈ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഈ കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണോ?
നന്ദേട്ടനും അവന്തികേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അവന്തികേട്ടത്തിൽ തന്നെയാ. അവരുടെ സ്വഭാവം മാറ്റാതെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കില്ല. പിന്നെ സ്നേഹയുടെ കാര്യം, ഒരു പെൺകുട്ടിയുടെ പ്രഗ്നൻസി ഇല്ലാതാവാൻ ഒരു വലിയ കൊക്കയിലൊന്നും പോയി വീണമെന്നൊന്നുമില്ല. ഒരു ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായാൽ മതി, അല്ലെങ്കിലേ ഒരല്പം BP ഒന്ന് കൂടിയാൽ മതി. ഭക്ഷണം കഴിച്ചൊരു ഗ്യാസ് പ്രോബ്ലം ഉണ്ടായാൽ പോലും പ്രശ്നങ്ങളുണ്ടാവാം. എടോ, നഷ്ടപ്പെട്ടത് തന്നെ, അതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് കരുതി ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ. അവധികേട്ടത്തിലെ കുറ്റപ്പെടുത്തലിന് കാതുകൊടുക്കാതെ താൻ സ്നേഹിക്കിപ്പോ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതവർക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. അവർക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും. ഈ നെല്ലിശ്ശേരി വീട്ടിൽ തന്നെ ആ കുഞ്ഞുങ്ങളായിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ ഒരു അർച്ചനയുടെ കുറ്റപ്പെടുത്തലിലൂടെ അവന്തികേട്ടത്തി മറ്റെന്തോ ലക്ഷ്യം വെക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ, പക്ഷെ പറഞ്ഞു കേൾക്കുന്നവർക്ക് അതിലൊരു സംശയം തോന്നില്ലേ? എവിടെയോ എന്തോ സത്യം ഉണ്ടെന്ന് തോന്നില്ലേ? അങ്ങനെയൊന്നും കുത്തിക്കുഴിഞ്ഞ് നീ ചിന്തിക്കണ്ട. ദേ, ഒരു കാര്യം നീ ഓർക്കണം. അർച്ചനയുടെ സ്ഥാനത്ത് നീ ആയിരുന്നാലും അവന്തികേട്ടത്തി ഇങ്ങനെ മാത്രമേ സംസാരിക്കൂ. നമ്മളിപ്പോ അർച്ചനയുടെ ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒപ്പം സ്നേഹയുടെ കൂടെ നിൽക്കുകയും വേണം. മറ്റൊന്നും താനിപ്പോ ചിന്തിക്കണ്ട, മനസ്സിലായോ? ധനുഷ്, നമ്മുടെ കുഞ്ഞ്, നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം പോയല്ലോ. സാരമില്ല, കരയാതെ. ദൈവം നമുക്ക് ആ കുഞ്ഞിനെ തന്നില്ലെന്ന് കരുതിയാൽ മതി. ധനുഷ്, ധനുഷ്, ഇനി അവധികേട്ടത്തി പറഞ്ഞത് ശരിയായിരിക്കോ? എന്ത്?